എന്തൊരു ഇടിയും മഴയായിരുന്നു ഇവിടെ. ശരിക്കും പേടിച്ചുപോയി. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് അപ്പൊ ആലോചിച്ചല്ലേ? ആലോചിച്ചു എന്നല്ല, ആഗ്രഹിച്ചു. അങ്ങനൊരു മോഹം എനിക്കും തോന്നാതിരുന്നില്ല. നിന്നെ തന്നെ ഓർത്താ ആ സെറ്റിയിൽ ചുരുണ്ടുകൂടി കിടന്നത്. സെറ്റിയിലോ? അതെന്ത് പറ്റി? ആദിലക്ഷ്മി ബെഡിൽ കിടന്നു, ഞാൻ റൂമിന് വെളിയിലെ സെറ്റിയിൽ കിടന്നു. ഇന്ദ്രേട്ടന്റെ ബെഡിൽ കിടന്നൂടായിരുന്നോ? പിന്നെ ആദിലക്ഷ്മി റൂമിന് വെളിയിൽ സെറ്റിയിൽ കൊണ്ട് കിടത്തുന്നത് ശരിയാണോ? അതെന്തിനാ? നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ബെഡിൽ കിടന്ന എന്താ കുഴപ്പം? അത്രയ്ക്ക് വിശ്വാസമാണ് എന്നെ. എന്തിനാ അവിശ്വസിക്കുന്നേ? ഞാനല്ലാതെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കില്ലാന്ന് എനിക്ക് ഉറപ്പാ. സത്യം? എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞാണ് സത്യം. കഴിഞ്ഞ 1000 ജന്മങ്ങൾ ഞാൻ ജനിച്ചത് നരകത്തിലായിരിക്കണം. അതിന്റെ എല്ലാം പരിഹാരമായിട്ടായിരിക്കണം നീ എന്ന സ്വർഗത്തെ ദൈവം എനിക്ക് തന്നത്. ഭാര്യ എന്നൊരൊറ്റ രൂപം മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടുന്നതിലും വലിയ സ്വർഗം ഒരു പെണ്ണിനും കിട്ടാനില്ല ഇന്ദ്രേട്ടൻ. രണ്ടാവരുത്, ഒന്നാവണം. നമുക്ക് ഒന്നായാലും ഇല്ലാതാവുന്നതായിരിക്കണം നമ്മുടെ മരണം. എന്തിനിപ്പോ മരണത്തെ കുറിച്ചൊക്കെ ആലോചിക്കുന്നേ? പേടി എനിക്കിപ്പോ. നിന്നെ സ്നേഹിച്ച് കൊതി തീരും മുമ്പേ മരിക്കേണ്ടി വരുമോ എന്ന്. പോടുന്നു, എപ്പോഴും ഒരു മരണം, അതേ പറയാനുള്ളൂ. പിണങ്ങല്ലേ ചക്കരെ? ഫാക്ടറി പോകുന്നില്ലേ? ഇങ്ങനെ പിണങ്ങിയിരുന്ന ഞാൻ പോവില്ല. ദേ, നീ എന്നോട് പിണങ്ങിയ നമ്മുടെ കുഞ്ഞിന് വിഷമാവില്ലേ? എനിക്ക് പിണക്കൊന്നുമില്ല. പോയി റെഡി ആവും. പോ. ഞാൻ പോകുന്നില്ല. ഞാൻ ഇന്ന് എന്റെ സീതക്കുട്ടിയുടെ അടുത്ത് ഇരിക്കാൻ പോവാ. എന്തിന്? ഒരുപാട് സ്നേഹിക്കണം. പിന്നെന്ത് വേണം? ഔട്ടിംഗ്, ഷോപ്പിംഗ്, സിനിമ, എന്തു വേണോന്ന് വെച്ചാ എന്റെ മോള് പറ. എനിക്ക് പായസം കുടിക്കണം തോന്നുന്നു. സേമിയ പായസം ഇല്ലേ, അതിനോടാ ഇപ്പൊ കൊതി. പായസമെങ്കിൽ പായസം ഉണ്ടാക്കിയിട്ട് തന്നെ വേറെ കാര്യം. പായസം, സേമിയ പായസം.